സ്ഥലങ്ങൾ മാറ്റിപ്പിടിക്കണം, യാത്ര പോകണം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. എന്തൊക്കെ ഒരുക്കങ്ങളെ പറ്റിയാണ് ഒരു ദാമ്പത്യത്തിൽ പറഞ്ഞത്. അത് ഇന്ന ദമ്പതികൾ എന്ന് പറഞ്ഞു, ഈ പ്രായക്കാരായ ദമ്പതികൾ എന്ന് പറഞ്ഞു. ഇല്ല, ഏത് പ്രായത്തിലും നിങ്ങളത് പരീക്ഷിക്കണം, നിങ്ങളത് ചെയ്യണം, നിങ്ങളത് ചെയ്ത് വിജയിപ്പിക്കണം. എന്തിനാണ് പരിശുദ്ധ റസൂൽ ഇത്രയും ശ്രദ്ധയോടുകൂടെ ദാമ്പത്യത്തെ പറഞ്ഞത്? അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന്റെ വീക്ഷണ പ്രകാരം ഇവിടെ ക്വാളിറ്റി ടൈം, മനഃശാസ്ത്ര വിദഗ്ധര് മാത്രം ലോകത്തെ പഠിപ്പിച്ച ഒരു സത്യമൊന്നുമല്ല. ക്വാളിറ്റി ടൈം, ഈ പ്രകൃതിയിൽ നാം ജീവിക്കുമ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള സമയത്താണ്. ഒരു മനുഷ്യൻ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയമാണോ? ഒരു മനുഷ്യന്റെ ദുഹാ നിസ്കാരത്തിന്റെ സമയമാണോ? ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഒന്നുകൂടി കൂടിച്ചേർന്നിട്ട് പറയാം, ഇതിനേക്കാൾ മധുരമായ ക്വാളിറ്റി ടൈം പ്രകൃതിയിലുള്ളത് അത് ഭാര്യയും ഭർത്താവും സ്ക്രീൻ ഓഫ് ചെയ്ത് രണ്ടുപേരുടെയും മുഖം ഓൺ ചെയ്ത് പരസ്പരം സന്ധിച്ച് സംഭാഷണം നടത്തുന്ന സമയമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് ഇഷ്ടമാണ്. പരിശുദ്ധ പ്രവാചകന്റെ ഹദീസിലെ ഇദാ നദറ ഇലൈക, അവളുടെ കണ്ണിലേക്ക് അവനാകുന്ന അവളുടെ പുരുഷനൊന്ന് നോക്കിയാൽ, വനദറത് ഇലൈഹി, ഉടനെ തന്നെ അവന്റെ കണ്ണിലേക്ക് അപ്പാടെ അവളും അതുപോലെ ഒരു സാന്ദ്രമായ നിർനിമേഷമായ ഒരു നോട്ടം നോക്കി. അവ രണ്ടാളും കണ്ണോട് കൈമാറി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മൂന്നാമനാകുന്ന തമ്പുരാൻ മൂന്നാമനാകുന്ന തമ്പുരാൻ രണ്ടുപേരുടെയും കൽബിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നതാണ്. തീർന്നില്ല ഹദീസ്. ആ നോട്ടത്തിന്റെ കൂടെ തന്നെ ഭാര്യയുടെ കൈവിരലുകളിലേക്ക് ഭർത്താവ് അദ്ദേഹത്തിന്റെ കൈവിരലുകളെ ചേർത്ത് പിടിച്ചാലോ, അവരുടെ രണ്ടുപേരുടെയും കൈവിരലുകൾക്കിടയിലൂടെ അവരുടെ രണ്ടുപേരുടെയും ചെറിയ ദോഷങ്ങളൊക്കെ തന്നെ കൊഴിഞ്ഞു വീഴുന്നതാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ എവിടെ പോയാലും തീരം കുടുംബം, അത് വലിയൊരു വാക്കല്ല, തീരം കുടുംബമാണ്. ആ കുടുംബത്തിന്റെ അകത്താണ് ഭാര്യ ഭർത്തൃ ബന്ധമുള്ളത്, പിന്നെ പുത്രമിത്ര ബന്ധങ്ങളുള്ളത്, അല്ലെ, പുത്രപുത്രി ബന്ധങ്ങളുള്ളത്.